Hi, hello everyone. Welcome to your favorite health channel, your NutriDoc, and you are with Dr. Safiya Moosa, Senior Dietitian, Malabar Medical Center, Malappuram. പ്രമേഹ രോഗം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ മരുന്ന് എഴുതുന്നതിന് മുമ്പ് പോലും ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളുടെ ഭക്ഷണക്രമം ശ്രദ്ധിക്കുക എന്നുള്ളത്, അല്ലേ? സോ ഒരു പ്രമേഹ രോഗിക്ക് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ 20% മരുന്ന് സഹായിക്കുമെങ്കിൽ 80% അവരുടെ ഭക്ഷണ ക്രമീകരണമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രമേഹ രോഗിക്ക് എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്? വീട്ടിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാളും പല മാറ്റങ്ങളും നമുക്ക് വരുത്തേണ്ടി വരും, അല്ലേ? പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു വീട്ടിൽ സാധാരണ ഒരാൾക്കുണ്ടാക്കുന്ന അതേ ഭക്ഷണങ്ങൾ പ്രമേഹ രോഗിക്കും നൽകാൻ പറ്റും. ഇന്നത്തെ ന്യൂട്രിഡോക്കിൽ നമുക്ക് ഇതെന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു ന്യൂട്രിഡോക് വൺസ് അഗെയിൻ. പ്രമേഹ രോഗിക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടും ഷുഗർ നിയന്ത്രിക്കാൻ പറ്റും. ഇതിന് പറ്റിയൊരു മെത്തേഡാണ് സിംബാബ്വൻ ഹാൻഡ് ജൈവ് മെത്തേഡ്. ഡോക്ടർ മജുവ ഡിസ്കവർ ചെയ്ത ഈ സിംബാബ്വൻ ഹാൻഡ് ജൈവ് മെത്തേഡ് ഇപ്പോൾ വേൾഡ് ഫേമസ് ആയി എല്ലാ ഡയബറ്റിക് പേഷ്യൻസും ഫോളോ ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് ഒരു പോർഷൻ കൺട്രോൾ മെത്തേഡാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് തന്നെയായാലും ഒരു പ്രമേഹ രോഗി ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ചില പ്രത്യേക അളവുകളുണ്ട്. ഈ അളവുകളാണ് സിംബാബ്വൻ ഹാൻഡ് ജൈവ് മെത്തേഡിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സിംബാബ്വൻ ഹാൻഡ് ജൈവ് മെത്തേഡിൽ നമ്മുടെ കൈകൾ തന്നെയാണ് അളവുകളായി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. ഒന്നാമത്തേതായി ശ്രദ്ധിക്കേണ്ടത് പ്രമേഹ രോഗി കഴിക്കുന്ന കാർബിൻ്റെ അളവാണ്. അന്നജം കുറക്കണമെന്ന് പ്രമേഹ രോഗികൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അന്നജം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണം, ഗോതമ്പ്, റവ, ഓട്സ് എല്ലാത്തിലും അന്നജത്തിൻ്റെ അളവുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ പോലും കാർബും അന്നജവും അടങ്ങിയിട്ടുണ്ട്. സോ ഫ്രൂട്ട്സ്, അരിഭക്ഷണങ്ങൾ, ഗോതമ്പ് തുടങ്ങിയ കഴിക്കുമ്പോൾ ഒരു പ്രമേഹ രോഗി ശ്രദ്ധിക്കേണ്ടത് അവരുടെ ചുരുട്ടിപ്പിരിച്ച് കൈയിൻ്റെ ഒരളവിൽ മാത്രം എടുക്കുക എന്നുള്ളതാണ്. സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതായത് ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, സ്വീറ്റ് കോൺ എല്ലാം ഇവയിൽ ഉൾപ്പെടും. സോ നിങ്ങൾ കാർബ് അല്ലെങ്കിൽ അന്നജം സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്നത് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് പ്രോട്ടീൻ്റെ അളവാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മീൻ, മുട്ട, ഇറച്ചി, അതുപോലെ തന്നെ എല്ലാ പയറുവർഗ്ഗങ്ങളും പ്രോട്ടീൻ ഇൻക്ലൂഡഡ് ആണ്. സോ പ്രോട്ടീൻ എത്ര എമൗണ്ടാണ് കഴിക്കേണ്ടത്? ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് പ്രോട്ടീൻ കഴിക്കേണ്ടത് ഒരു കൈവെള്ളയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന അളവിലാണ് പ്രോട്ടീൻ സ്വീകരിക്കേണ്ടത്. പ്രമേഹ രോഗികൾ കൊഴുപ്പ് കുറക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദിവസത്തെ ഒരു പ്രമേഹ രോഗിയുടെ കൊഴുപ്പിൻ്റെ അളവ് ഒരു തള്ളവിരലിലുള്ള അളവാണ്. അതായത് ഏകദേശം 1 ടീസ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഗീ മാത്രമേ ഒരു പ്രമേഹ രോഗിക്ക് കഴിക്കാൻ പാടുള്ളൂ. ഇനി പ്രമേഹ രോഗികൾക്ക് എല്ലാവർക്കും അറിയാം പച്ചക്കറികൾ അവർ ധാരാളം കഴിക്കണമെന്ന്. സോ പച്ചക്കറികൾ എടുക്കേണ്ടത് ഏത് എമൗണ്ടിലാണ്? 2 കൈവെള്ള കൂട്ടി വെക്കുന്ന അത്ര എമൗണ്ട് അല്ലെങ്കിൽ 2 കൈ കൊണ്ട് കോരിയെടുക്കാൻ മാത്രം എമൗണ്ടിൽ നിങ്ങൾക്ക് പച്ചക്കറികൾ കഴിക്കാം. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം പ്രമേഹ രോഗികൾ പച്ചക്കറികൾ കൂടുതൽ കഴിക്കണമെന്നുള്ളതാണ്. പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നോൺ സ്റ്റാർജി ആയിട്ടുള്ള ചീര പോലത്തെ ഇലവർഗ്ഗങ്ങളും ബ്രൊക്കോളി, ക്യുക്കുംബേഴ്സ്, തക്കാളി എല്ലാം ധാരാളമായി യൂസ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം പാൽ അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ 250 ml കൂടുതൽ ഒരു ദിവസം ഒരു പ്രമേഹ രോഗി കഴിക്കാൻ പാടില്ല. അതിൽ പാട കളഞ്ഞ സ്കിംഡ് ആയിട്ടുള്ള മിൽക്ക് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഇതാണ് സിംബാബ്വൻ ഹാൻഡ് ജൈവ് മെത്തേഡ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റിയ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഈ ഒരു അളവ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും എളുപ്പത്തിൽ ഈ ഒരു ഡയറ്റ് പ്ലാനിലൂടെ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പ്രമേഹ രോഗി 80% പ്രധാനം കൊടുക്കേണ്ടത് അവരുടെ ഡയറ്റിലാണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഒരു 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ നടക്കാൻ ശ്രദ്ധിക്കുക. സോ ഈ അളവെല്ലാം ശ്രദ്ധിച്ച് നടത്തവും കൺട്രോൾ ചെയ്ത് മെഡിസിനും എടുത്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ പ്രമേഹം കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. കീപ് വാച്ചിങ് ന്യൂട്രിഡോക്.